ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല രുചിയിലും നമുക്ക് ചിക്കൻ കറി നെയ്ച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഒന്നൊരു വീഡിയോ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പലരും വിചാരിക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, എന്നാലും നമ്മളിൽ ചിലരൊക്കെ ഉണ്ടാവും അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമുള്ളൂ കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതും 2-3 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടാൽ. അപ്പോൾ ഈ അരച്ച് പേസ്റ്റ് ആക്കണതിനെക്കാട്ടി നല്ലതാണ് ചതച്ചെടുക്കൂലേ, അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കറികൾക്ക് രുചിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ എണ്ണയിലൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്താലും പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് കേട്ടോ. അതാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സവാള ഞാനൊന്ന് കൊത്തി അരിഞ്ഞെടുത്തേക്കാണ്, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കറിക്ക്. പിന്നെ ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ കുറച്ചെടുക്കുക. ഈ മുളക് കറി ആകുമ്പോൾ പൊടികളൊക്കെ കുറഞ്ഞിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടാകുമ്പോൾ കറിക്കൊരു രുചി ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല ഇങ്ങനെ മസാല ഇങ്ങനെ കട്ടിപ്പാകുമ്പോഴും തന്നെ കറിക്ക് ഒരു രുചി ഉണ്ടാവില്ല. പലർക്കും പല ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇത് ഒക്കെ കൂടെ ഇട്ടെടുത്തുങ്ങാണ്ട് അതിന് പാകത്ത് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് ഇതാ നമ്മൾ ആവി പോയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വയറ്റി നിൽക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടച്ചു വെച്ചാൽ പിന്നെ വേറെയുള്ള എന്തെങ്കിലും പണിക്കൊക്കെ നിൽക്കാമല്ലോ. ഇത് ഇങ്ങനെ ആവി വരുന്ന സമയം കൊണ്ട്. പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണും മുളക് പൊടി ഇട്ടിടാ. എരിവില്ലാത്ത മുളകുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗരം മസാല ഉണ്ടല്ലോ അതൊരു 1/4 ടീസ്പൂണും. പിന്നെ ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിന് പകരം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ഈ എണ്ണയിലൊന്നും കണ്ട് വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇതാ ഇത് എത്രയാണെന്ന് അറിയില്ല കേട്ടോ, 1 കിലോ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻ അനുസരിച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെയാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ പല രൂപത്തിലും കറികൾ ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ. ഞാനും അതുപോലെ തന്നെ കേട്ടോ ചെയ്യൽ, പല രൂപത്തിൽ തന്നെ കേട്ടോ ഉണ്ടാക്കൽ. ചിലപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഈ ചിക്കൻ്റെ കൂട്ടത്തിലാണ്ട് ഉണ്ടാക്കിയല്ലേ ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. ഇതുപോലെയും ചെയ്യലുണ്ട്. അപ്പോൾ കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും ഉണ്ടാവും ഒരേ രീതിയിലൊക്കെ വെക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ പൊടിയുള്ള ഒന്ന് ചിക്കനൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ചെറിയ കിഴങ്ങുണ്ടല്ലോ, അതപ്പോൾ ഇത് കറി നെയ്ച്ചോറുക്കുള്ള കറി ആകുമ്പോഴാട്ടോ ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നോട് വരട്ടിയ പോലെ ആ മസാലയെ തന്നെ ഇട്ട് കണ്ട് ചിക്കനൊന്ന് മൂടിയിട്ട് വേവിച്ചാൽ അടിപൊളിയാണ് ഈ കരട്ട. എന്നിട്ട് ചെറിയ ഉള്ളക്കാരനെ തോമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കിഴങ്ങോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് പാകത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ മല്ലിയിലയും ഒക്കെ ഇട്ടുകാണ്ട് വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവുള്ള ചിക്കനാണ്. അപ്പോൾ വേവില്ലാത്തതെന്നുണ്ടെങ്കിൽ 1-2 അടിച്ചാൽ തന്നെ വേവ് കിട്ടുക. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് എളുപ്പത്തിലതാ നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോർക്ക് ഞാൻ കുറച്ച് ഡാൽഡയാണ് ഇട്ടിട്ടുണ്ട്. ഡാൽഡയ്ക്ക് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ പിന്നെ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുതിയ ഡാൽഡ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ നെയ്യിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവും. അപ്പം നെയ്യ് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടുകൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു സവാളൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ നെയ്ച്ചോർക്ക് സവാള ഒന്നും ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഞാനിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ അതും കൂടി ഒന്നും കണ്ട് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഞാനെടുത്തൊരു പാത്രത്തിലാട്ടെ ഞാൻ ഈ 2 പാത്രം വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്, മറ്റേ കുക്കറിൽ കറിയല്ലേ, അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെക്കണ ഒരു ടൈം കൊണ്ടുണ്ടല്ലോ വേറെയുള്ള പണികൾ പെട്ടെന്ന് തന്നെ ഉണ്ട് തീർക്കട്ടോ. അപ്പോൾ ഇത് നേരം വൈകിട്ടുള്ള സമയത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കറിൽ ഭയങ്കര ഒരു ഉപകാരം തോന്നും കേട്ടോ, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് വെള്ളം എളുപ്പം തിളക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കണ്ട് കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ
മലത്തിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി ചെറുതായി കട്ട് ചെയ്തിട്ടും കുറച്ച് മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങൊന്നും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കട്ടൊന്നും കുത്താതെ അടിപൊളിയായിട്ട് തന്നെ പാകത്തിന് വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ വിസിലിട്ടാൽ ഏറിപ്പോവരുത്. അപ്പോൾ ഒരേ കുക്കറിന് ഒരായിട്ടാണ് ഈ കാര്യം ഒരൊറ്റ വിസിലടിച്ചപ്പോൾ തന്നെ ഇത് ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു ആവി ഇങ്ങനെ പോയതിൻ്റെ ശേഷം ഒന്നും ഇങ്ങോട്ട് കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഇനി ഇതാ ഈ പാത്രത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ അതിലിരുന്ന് കട്ട പിടിക്കും. അപ്പോൾ ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ പാത്രത്തിൽ വെക്കണം അതേപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂട് കൊടുക്കാൻ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ആർക്കേജോ നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറി കണ്ടില്ലേ അത്യാവശ്യം ഒരു കുറച്ച് വെള്ളം പോലെ ഇല്ല. അപ്പം ഇനി ഇത് പിന്നെ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ട കാരണം തന്നെ പിന്നെ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ ടൈമിൽ നമുക്ക് ചോറും കറിയൊക്കെ ആവും വേണം, മറ്റുള്ള പണികളൊക്കെ തീരും വേണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയാണ്.